പ്രസിദ്ധനായിട്ടുള്ള ന്യൂറോ സയൻറ്റിസ്റ്റ് ജോസഫ് ലോഡോക്സ് നമ്മളുടെ ബ്രെയിനിനെ ഫ്രണ്ടൽ ലോബിൻ്റെ ഭാഗത്തിനെ സ്ലോ പാത്വേ എന്നും അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷനുകളൊക്കെ കേന്ദ്രീകരിക്കുന്ന ഭാഗമായിട്ടുള്ള അമിഗ്ഡാലയുടെ ആ വഴിയെ ഫാസ്റ്റ് പാത്വേ എന്നും വിളിക്കുകയുണ്ടായി. ഇതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗം സമയമെടുത്ത് കാര്യത്തിനെ ചിന്തിച്ച് ഒരു പ്രോപ്പറായിട്ടുള്ള തീരുമാനത്തിലെത്താൻ നമ്മളെ സഹായിക്കുന്ന ഭാഗമാണ്. അതേസമയം നമ്മുടെ അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗം നമ്മളുടെ ഇമോഷണൽ സെൻറ്റർ ഓഫ് ബ്രെയിനാണ്. എന്തെങ്കിലും അപകടങ്ങളോ പ്രശ്നങ്ങളോ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഇമോഷണലി അവിടെ റിയാക്ട് ചെയ്ത് നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇമോഷണൽ സെൻറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ എവല്യൂഷൻ്റെയും മറ്റൊക്കെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അത് ഏറ്റവും ആദ്യം രൂപപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിനോട് അടുത്ത് കിടക്കുന്ന കാരണം ഏറ്റവും ബ്രെയിൻ നമ്മുടെ എവല്യൂഷണറി യാത്ര നോക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരില്ലാതിരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആദ്യം, അതായത് നമ്മുടെ ബ്രെയിനിൽ ആദ്യം രൂപപ്പെട്ടിട്ടുള്ള ഭാഗമാണ് നമ്മളുടെ അമിഗ്ഡാല അല്ലെങ്കിൽ ഇമോഷണൽ സെൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ ക്വിക്കായിരിക്കും. ഏതാണ്ട് നമ്മൾ ചുറ്റുപാട് കാണുന്ന ജീവികളൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും അമിഗ്ഡാലയുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ എവല്യൂഷൻ കുറേ മുന്നോട്ട് പോയപ്പോൾ ആ പരിണാമത്തിൽ സമയമെടുത്ത് രൂപപ്പെട്ടിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് ഫ്രണ്ടൽ ലോബിൻ്റെയും ബ്രെയിനിൻ്റെ ആ പുറംമോടിയിലേക്ക് വരുന്ന ആ ബ്രെയിനിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. സോ അവിടേക്കുള്ള പാത്വേ എന്ന് പറയുന്നത് സ്ലോവർ ആയിരിക്കും. അതേസമയം ഇമോഷണൽ പാത്വേ എന്ന് പറയുന്നത് ഉള്ളിൽ ബ്രെയിനിൽ ഇരിക്കുന്ന ആ ഇമോഷണൽ സെൻറ്ററിലോട്ടുള്ള ആ റെസ്പോൺസുകളും സിഗ്നലും ഒക്കെ വളരെ വേഗത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾ കാണുകയാണ്, റോഡിൽ വണ്ടി ഓടിച്ച് പോവുകയാണ്, എതിരൊരു വണ്ടി വരികയാണ്, നിങ്ങൾ ഇടിക്കാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഇമോഷണൽ സെൻറ്റർ ആയിരിക്കും. നിങ്ങൾ ചിന്തിച്ച് തീരുമാനമൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു പക്ഷേ ലേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ പെരുമാറാനും അവിടെ ഒരു ആക്ഷൻ എടുക്കാനും നിങ്ങളുടെ ഇമോഷണൽ സെൻറ്റർ സഹായിക്കുന്നതായിരിക്കും.